ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ എന്താ ഈ പാവാടയും കെട്ടാതെ ഇങ്ങനെ വന്നേക്കെന്ന് വിചാരിക്കും അല്ലേ. ഇതൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത്. കൈയൊക്കെ നല്ല രസമുണ്ട്. അയൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതെടുത്തിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട് പോകട്ടോ. അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാരി ഡ്രാപ്പിംഗ്. ഒറ്റ പിന്നിലാണ് ഞാൻ ഈ സാരി ഉടുക്കുന്നത്. പിന്നെ ഇവിടെ മുതൽ പറയാം, ഞാൻ സാധാരണ അണ്ടർ സ്കേർട്ട് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഈ വെള്ള വള്ളി ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും. ഞാനൊരു ഇൻഷേപ്പ് ഇട്ടിട്ടുണ്ട്. ബ്ലൗസ് ഇതാണ്. കാരണം എനിക്ക് ഈ വയറിൻ്റെ ഭാഗം ഒക്കെ കൂടുതൽ പറയാനുള്ളതുകൊണ്ട് മുമ്പത്തെ സാരി ഡ്രാപ്പിങ്ങിൽ പറഞ്ഞ വരെ കുറച്ച് നേരം ഇൻഷേപ്പ് ഞാൻ ഇട്ടു. അത് എൻ്റെ കംഫർട്ട് ലെവലാണ്, അല്ലാതെ എൻ്റെ വയറ് മോശമായത് കൊണ്ടോ. ദൈവം സഹായിച്ച് 2 മക്കളുടെ അമ്മയാണ്. ഒരു എന്താ പറയുക, സ്ട്രെച്ച് മാർക്ക് പോലും ഇല്ല. കാരണം ഞാനത് പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഗർഭിണികളോട് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രെച്ച് മാർക്ക് നമുക്ക് വലിഞ്ഞ സംഭവം ചുരുങ്ങുമ്പോഴുണ്ടാകുന്നതാണ്. പക്ഷെ എനിക്ക് അധികം വയറുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണെന്ന് അറിയില്ല ചുരുങ്ങിയപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഇല്ല. എനിക്ക് വയറ് കടിക്ക് വരുന്നു. ഞാൻ ഇങ്ങനെ മാന്തത്തില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ പതുക്കെയാണ് മാന്തി വെച്ചത്. എനിക്ക് ആരും ഒന്ന് പറഞ്ഞു തന്നാണ്. അതുകൊണ്ട് എനിക്ക് സ്ട്രെച്ച് മാർക്ക് ദൈവത്തിൻ്റെ സഹായം കൊണ്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുട്ടി കൊടവയറുതേ കണ്ടല്ലോ, എനിക്ക് ഇത്രയും വയറുണ്ട് കേട്ടോ. എനിക്ക് അതിൽ യാതൊരു നാണക്കേടുമില്ല, ഒരു കോൺഫിഡൻസ് കുറവില്ല. അപ്പോൾ പറഞ്ഞു വരാം. ഇതേ ഈ അണ്ടർ സ്കേർട്ട്, സാധാരണ അണ്ടർ സ്കേർട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അണ്ടർ സ്കേർട്ടിൻ്റെ വള്ളി ഇവിടെ കെട്ടുന്നവരുണ്ട്, ഇവിടെ കെട്ടുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് സെൻറ്ററിൽ പൊക്കിളിന് തൊട്ട് താഴെയാണ് ഞാൻ സാരി ഉടുക്കുന്നത്. തൊട്ട് താഴെ, ഇത് പൊക്കിളാണെങ്കിൽ തൊട്ട് താഴെ ഞാൻ സെൻറ്ററിലാണ്. അത്യാവശ്യം നല്ല ടൈറ്റിൽ വേണം ഈ വള്ളി കെട്ടാൻ. സെൻറ്ററിൽ കെട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നൈസായിട്ടുള്ള സാരിയൊക്കെ ഉടുത്തു പോകുമ്പോൾ ചിലവരുടെ ഈ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനുള്ള ഇതാണ് നമ്മളിങ്ങനെ സെൻറ്ററിൽ കെട്ടി. ചില ആൾക്കാർ പറയും, ചേച്ചി എനിക്ക് ബാക്കില്ല, സാരി ഉടുത്താൽ ഭംഗി ഉണ്ടാവുമോ? അവരവരുടെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിലായിരിക്കും, അയ്യോ നീ സാരി ഉടുത്തിട്ട് ബാക്ക് ഒട്ടുമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തറച്ചതിൻ്റെ പേരിലായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വെച്ച് കെട്ടാനായിട്ട് ഒരു സാധനവും മേടിക്കണ്ട. നിങ്ങളൊരു അണ്ടർ സ്കേർട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കാതെ അണ്ടർ സ്കേർട്ടിൻ്റെ ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയൽ കിട്ടും. ഇവിടെ പ്ലെയിൻ ആയിട്ട് അടിക്കുക. ബാക്കിൽ, എനിക്ക് ബാക്കിൽ അങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറവില്ല. ബാക്കിൽ ഫ്ലീറ്റ്സ് അടിക്കുക. അതായത് പെറ്റിക്കോട്ടിനെ പോലെ ചുരുക്കായിട്ട് അടിക്കുക. അത് മതി. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിന് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അല്ലാതെ ഉള്ള കണ്ട ഇഡ്ഡലിയും മാവും ഈ പറഞ്ഞ സ്പോഞ്ചും ഒന്നും കെട്ടി വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനത് ചുമ്മാ ഒരു ടിപ്പ് പറഞ്ഞെന്നുള്ളൂ, അവരവർ ഇഷ്ടം കേട്ടോ. അതെ, അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക കേട്ടോ. ഈ വെള്ള വള്ളി ആയതുകൊണ്ട് കാണാൻ പറ്റും. ആ വെള്ള വള്ളി ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, ഞാനത് കവർ ചെയ്യുന്നില്ല. ഇവിടെയാണ് എൻ്റെ പൊക്കിൾ വരുന്നത്. അപ്പോൾ ഞാൻ സാരി എടുക്കുന്നത് ഇതാണ്. ഞാൻ മുമ്പത്തെ ഒരു സാരി ഡ്രാപ്പിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 5.5 മീറ്റർ സാരി ആണെങ്കിൽ ഞാൻ ഇത്രയും തുണി പിടിപ്പിക്കും. ഇത്രയും തുണി. എന്നിട്ട് ഇവിടെ ഒരു കെട്ട്. നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ സാരി ഉടുക്കാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരുന്ന കാര്യമാണ് ഇവിടെ ഒരു കെട്ട്. എന്നിട്ട് നമ്മൾ കാല് ഇത്രയും, നമ്മൾ ഈ കൈ കണ്ടോ, ഇത്രയും ഞാൻ അകത്തി വെച്ചിട്ടുണ്ട്. അന്നൊരു സാരി ഡ്രാപ്പിംഗ് വീഡിയോ വെച്ചപ്പോഴേക്കും ഒരു ചൊറിയം വന്ന് കാലകത്തുന്നത് വേറെ പലതിനാണ്. അത് എനിക്കും അറിയാം ചേട്ടാ, കാലകത്തുന്നതിന് എന്തിനൊക്കെയാണെന്ന്. ചേട്ടൻ അറിയാവുന്ന ഒരു കാര്യത്തിന് മാത്രമല്ല, കാലകത്തൽ ഒരുപാട് കാര്യത്തിൽ കാലകത്തും. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ സാരി ഉടുക്കുന്നത്. മുണ്ടുടുക്കുന്നവർക്കും ഇത് ബാധകമാണ്. ഈ കാല് നമ്മളിവിടുത്തെ ഫ്ലീറ്റ് കുത്തുന്നവരെ ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ കാലകത്തി നമ്മളിത് ഈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കുത്തി. നമ്മളൊരു പിന്നെ ചെരുപ്പിടുന്ന ആൾക്കാർ, ഹീൽ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ചെരുപ്പിട്ടിട്ട് വേണം സാരിയിലേക്ക് കയറാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് സാരി ഉടുക്കും, നേരെ ഹീലിൻ്റെ പുറത്തേക്ക് കയറുമ്പോൾ മറ്റേ കുതിര പോകുന്ന പോലെ ഇരിക്കും. അതായത് സാരി വെല്ലോടത്തിരിക്കും, ചെരുപ്പ് ശരിക്കും കാണാനും പറ്റും. അപ്പോൾ ചെരുപ്പിടേണ്ടവർ, ഞാൻ ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. ഹീൽ ഉപയോഗിക്കുന്നവർ ഹീൽ ഉപയോഗിക്കണം. എന്നിട്ട് കുത്തി കണ്ടല്ലോ, ബാക്കിലേക്ക് തിരിഞ്ഞു കുത്തി. അതായത് ഇവിടം വരെ വന്നു. ഞാൻ കാലകത്തി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടല്ലോ, ഇവിടം വരെ. എന്നിട്ട് ഇനി നമ്മളെ മുന്താണി എന്ന് പറയും, സാരിത്തുമ്പ് എന്ന് പറയും. സാരിത്തുമ്പ് കണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചു. കണ്ടോ, ഞാൻ പിൻ ചെയ്തില്ല, ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന സാധനമാണ് ഫ്രണ്ടിലെ പിടിച്ചേക്കുന്നത്. ഇതിനെ കറക്കി കൊണ്ടുവന്ന് മുമ്പിലേക്ക്. ഞാൻ വൺ സൈഡാണ്. വൺ സൈഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന സാരികൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നമ്മൾ മുട്ടിൻ്റെ അവിടം വരെയാണ്. ജസ്റ്റ് മുട്ടിന് തൊട്ട് താഴെ വേണം ഇതിൻ്റെ
ഇറക്കം. മനസ്സിലായോ? ആ സാരിത്തുമ്പ് ഒരുപാട് ഇറങ്ങി കിടക്കരുത്, അപ്പോൾ പിടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ സാരിത്തുമ്പിൻ്റെ തൊട്ടിറക്കിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എനിക്കിവിടെ വീഡിയോ എടുത്തുതരാൻ ആരുമില്ലടാ, അപ്പോൾ അല്ലെങ്കിൽ എടുത്തുതരാൻ ആരും ഉണ്ടാവാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി കണ്ടല്ലോ, അത് ഇത്രയും സാധനം ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കാൻ പോവാണേ. ബാക്കി ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് കറക്റ്റ് ബോർഡറൊക്കെ വലിച്ചിടുക. ഓക്കെ, ഇനി കാലകത്തി തന്നെ വെക്കണം, നിർബന്ധമാണ്. ഈ സമയത്തെങ്കിലും നിങ്ങൾ കാലകത്തി വെക്കണം കേട്ടോ. ഫ്ലീറ്റ്സ് എടുക്കുക, അവരവർക്കും ഉള്ളൊരു പാങ്ങുണ്ടാവുമല്ലോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുന്നവർക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം. ഇത് മിക്കവാറും കയ്യിൽ നിന്ന് പോണ ഒരു സാരിയാണ് കേട്ടോ, ഒരു ഒഴുകി കിടക്കുന്ന സാരിയാണ്. ഇതൊരു 10-15 വർഷത്തെ പഴക്കമുള്ളൊരു സാരിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കേട്ടോ. ദേ ഇത്രയും കണ്ടല്ലോ, ഇത്രയും ഇങ്ങനെ ഒരു അളവ് നോക്കാം. ദേ ഇത്രയും കണ്ടല്ലോ, ഇത്രയുമാണ് ഞാൻ തുണി ഇട്ടിരിക്കുന്നത്. കാരണം ചിലവർക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല, ഇങ്ങനെ ഇവിടെ കുത്തുമ്പോഴേക്കും കുത്തഴിഞ്ഞു പോവോ. അപ്പം ഞാൻ ഒരൊറ്റ പിന്നിലാണ് സാരി എടുക്കുന്നത്. ഇത്രയാണ് ഞാൻ വിട്ടേക്കുന്നത്. എന്നിട്ട് ഫ്ലീറ്റ്സ് കറക്റ്റ് ആക്കുക. ഇതിനെന്താ പറയുക, ഞൊറി എന്നൊക്കെ പറയും. കറക്റ്റ് ആക്കുക, ലെവൽ ചെയ്യുക. ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ എടുക്കുക. നേരെ ഇവിടെ പൊക്കിളാണെങ്കിൽ പൊക്കിളിൻ്റെ സെൻറ്ററിലും അല്ല, ഇപ്പുറത്തേക്കാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ വയറ് കുറച്ച് കാണണം, ഇച്ചിരി സെക്സി ആയിട്ടൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് കുത്താം, അപ്പം ഇച്ചിരി വയറ് കാണും. സെൻറ്ററിലാണെങ്കിൽ സേഫാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു പൊക്കിളിൻ്റെ കറക്റ്റ്, പൊക്കിളിൻ്റെ ജസ്റ്റ് സെൻറ്ററിലാണ് ഞാനിത് കുത്തുന്നത്. നമ്മുടെ ലെങ്ത്ത് നോക്കുക, നമ്മളിങ്ങനെ കുനിഞ്ഞ് ലെങ്ത്ത് നോക്കരുത് കേട്ടോ. അപ്പം നേരെ നിൽക്കുമ്പോഴേക്കും പൊങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണാടി, ഓപ്പോസിറ്റ് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കറക്റ്റ് നേരെ നിന്ന് കുത്തുക. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഞാനിവിടെ വിട്ടത്, ഉള്ളി കൂടി ദേ ഇവിടെ ഒരു തുളയുണ്ട്, എൻ്റെ ഉള്ളി കൂടി കൈയിട്ട് ദേ ഇതിനെ പിടിക്കണം. നമ്മളിവിടെ വിട്ടിരിക്കുന്നില്ലേ, ദേ കണ്ടോ. നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടം വരെ കൈ കൊണ്ടുവരാം. എന്നിട്ട് പിടിച്ച് അതിനിവിടെ നിന്ന് വലിച്ച് ദേ കണ്ടല്ലോ, കുറച്ചുകൂടി താത്തി കാണിച്ചു തരാം. ദേ ഇവിടെ നിന്ന് ഫ്ലീറ്റ് എടുത്ത് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് കുത്തി വെക്കുക. ഞാനിവിടെ ഒരു പിന്നൊന്നും കുത്തിയിട്ടില്ല. ഈ സാധനത്തിൽ ഒന്ന് ലൂസാക്കി അല്ലെങ്കിൽ നിലത്തേക്ക് ഇട്ടോളൂ. എന്നിട്ട് ഈ കിടക്കണ സംഭവം ഉണ്ടല്ലോ, ഇവിടുന്ന് പതുക്കെ വലിച്ച് ഇവിടെ ആദ്യം ഒരു കുത്തുകുത്തുക. ബാക്കിയുള്ളത് ഇങ്ങനെ കുത്തി കുത്തി പോണ്ട, ഒറ്റ ടക്കിങ് ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ നടക്കുമ്പോൾ സാരി കീറിപ്പോവും. ഈ ഒരൊറ്റ ടക്കിങ് നല്ലോണം ആയിരിക്കണം, അല്ലാതെ ഇങ്ങനെ കുത്തി കുത്തി വെക്കണം എന്നില്ല. ഈ ഒരൊറ്റ ടക്കിങ് അടിപൊളിയായിരിക്കണം. എന്നിട്ട് ദേ ഞാൻ ആ വിട്ട് കളഞ്ഞ സാരീനെ എടുക്കുവാണ്. ഓക്കെ, എടുത്തു, മേളിലേക്ക് ഇട്ടു, കണ്ടല്ലോ, മേളിലേക്ക് ഇട്ടു. ഓക്കെ, വേറെ ഒരു പിന്നും ഞാൻ കുത്തിയിട്ടില്ല. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാനൊരു 5'4", 5'5" കണ്ട് ഹൈറ്റ് ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ഹൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ബോർഡറിൻ്റെ വീതി കണ്ടല്ലോ, ഇത്രയും വീതിയാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറവുള്ള ആൾക്കാർ കുറച്ച് വീതി കുറഞ്ഞ സാരീസ്, വീതി കുറഞ്ഞ ബോർഡറുള്ള സാരീസ് തിരഞ്ഞെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി, എനിക്ക് വീതിയുള്ള ബോർഡർ തന്നെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു സാരി എടുക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുന്നൊരു സാരിയാണ് കരുതേ, ഇങ്ങനെ പിടിക്കുന്ന ഒരു സാരി ആണെങ്കിൽ, അവിടെ പിന്നെ കുത്തിയിട്ടില്ല, സാരി ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുവാണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടല്ലോ, ഈ ബോർഡർ വന്നേക്കണുണ്ടായിരുന്നോ, കുറച്ചുകൂടി അടുത്ത് ഞാൻ വന്ന് കാണിച്ചു തരാം. ദേ ഈ ബോർഡർ കണ്ടോ, ഈ ബോർഡർ ഈ മുട്ടിൻ്റെ അവിടെ നിന്നായിരിക്കണം വരേണ്ടത്. മുട്ട് കണ്ടോ, നമ്മളപ്പോൾ പിടിക്കുമ്പോൾ സാരി ഇങ്ങനെ പിടിക്കുമ്പോൾ ഞൊറിഞ്ഞ് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യാതെ ഈ ബോർഡർ ഇതേ കണ്ടോ മുട്ടിൻ്റെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ടിൻ്റെ അവിടെ വെച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടല്ലോ, ഷെയ്പ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, മുട്ടിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കിവിടെ ഫ്ലീറ്റ്സ് ഒക്കെ മര്യാദക്കാക്കാം. എന്നിട്ട് ദേ ഇതുപോലെ കറക്റ്റ് ഒരു കോർണർ കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. സാരി തുമ്പിടുമ്പോൾ മുട്ടിൻ്റെ ആ ലെങ്ത്ത് കണ്ടോ, ബാക്കപ്പ് നല്ല കറക്റ്റ് കോർണറിൽ കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് വീതിയുള്ള ബോർഡർ ആണെങ്കിൽ ഇച്ചിരി ഹൈറ്റ് ഫീൽ ചെയ്യും. അല്ലാത്തവർക്ക് എനിക്ക് തോന്നണം ഇങ്ങനെയൊക്കെ പിടിച്ചാലും വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലീറ്റ്സ് എടുക്കില്ലേ, ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും ഇങ്ങനെ പിൻ ചെയ്തെന്ന് കരുതിക്കോ. ഈ ബോർഡർ ഈ താഴത്തെ ഇത് മുട്ടിൻ്റെ അവിടെ നിന്നായിരിക്കണം ലാസ്റ്റത്തെ ഫ്ലീറ്റ് വരാൻ. കണ്ടോ, ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ നിന്ന് വരണം.
എന്നാൽ മാത്രമേ നമുക്ക് ഇച്ചിരി ഹൈറ്റ് തോന്നത്തുള്ളൂ. അത് മനസ്സിലായല്ലോ? ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചിട്ടാന്നറിയോ നേടിയെടുക്കണത്. ഇതിൻ്റെ ബ്ലൗസ് ഇതല്ല കേട്ടോ. ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ മുകളിലൊരു വള്ളി ഉടുപ്പ് ഇട്ടിട്ട് ഞാനങ്ങ് പോവും പുറത്തേക്ക്. അപ്പോഴാണ് ഞാൻ ഇച്ചിരി നേരത്തെ ഒരുങ്ങി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ദേ ഇങ്ങനെ ഒരു ബോർഡറാണ്. ഇതൊരു ചെറിയ സ്റ്റിഫായിട്ടുള്ളൊരു ബോർഡർ ആണെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം വേണം. ഇപ്പം എനിക്കിവിടെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി പിന്നുത്തരുത്. അപ്പോൾ ആ ബോർഡർ അങ്ങ് തളർന്നൊടിഞ്ഞ് ഒരുമാതിരി ഊള ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പിന്നു കുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിക്ക് അതങ്ങിരിക്കും. മനസ്സിലായി? ഞാൻ ആകെ ഈ ഒരൊറ്റ പിന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ തന്നെ കുത്തുന്നു കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഭർത്താവോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കുത്തിക്കണം. ഈ ബ്ലൗസ് ഇതിന് പറ്റിയൊരു ബ്ലൗസ് അല്ല. ഇതിൻ്റെ ബ്ലൗസ് ടൈറ്റ് ആയടാ. അപ്പോൾ ദേ സാരി ഇങ്ങനെ ഉടുത്തു. കണ്ടല്ലോ, ഞാൻ വേറെ പിന്നുകളൊന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് കാണുന്നൊന്നുമില്ലല്ലോ, കവറിങ് അല്ലേ. ദേ ഇനി അങ്ങ് മുന്താണിയിൽ പിടിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. ഇതൊരു വർക്ക് സാരി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും സാരി എടുക്കുന്നതെന്ന് അറിയാലോ. ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ഇതിങ്ങനെ എടുക്കും, ഇങ്ങനെ അങ്ങ് കൊണ്ടുവെക്കും. കണ്ടല്ലോ, കഴിഞ്ഞു. മനസ്സിലായോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ ഇൻഷേപ്പ് ഒന്ന് മാറ്റട്ടെ. ഇൻഷേപ്പ് മാറ്റുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഷോട്ട് കിട്ടുന്നത്. ഓക്കെ, കണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് സാരി ഇങ്ങനെ പിടിക്കുക, നമുക്ക് പോവാം. പിന്നെ ഞാൻ കോട്ടൺ സാരിയുടെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ബ്ലൗസ് കണ്ടോ, ഈ ബ്ലൗസിനൂടെ ഒരു എലാസ്റ്റിക് ടൈപ്പാണ്. പക്ഷേ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു എലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ചിടാം. കറക്റ്റായിട്ട് നല്ല ബ്ലൗസാണ്. എനിക്ക് ഒരു 2000 സംതിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരുപാട് പാറ്റേണിൽ ഇതിങ്ങനെ മാറാല പോലത്തെ ഇതൊക്കെ ആണെങ്കിൽ ഒരുപാട് പാറ്റേണിൽ ഈ ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതപ്പോൾ ഒറ്റ പിന്നിലുള്ള സാരി ഉടുക്കലാണ്. ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു ബ്ലാക്ക് സാരി ഉടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. ബ്ലാക്ക് സാരി ഉടുക്കുന്നതിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയല്ലേ. പിന്നെ എന്താണ് ബ്ലാക്ക് സാരി ഉടുക്കുന്നത്? ഞാനൊരു ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് പറഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിലേതെങ്കിലും മറന്നുപോയ ടിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് മുടിയൊക്കെ അഴിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി പോകണം. സാരിക്ക് എപ്പോഴും വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ സാരി ഉടുത്തിറങ്ങുമ്പോഴേക്കും ചിലവർ പറയും, ഷോ ഒട്ടും ബാക്കില്ലല്ലോ നിനക്ക്, സാരി ഉടുത്തിട്ടൊരു ഷേപ്പില്ല, എന്തോരം വയറാ നിനക്ക്, അങ്ങനെയൊക്കെ പല ആൾക്കാരും പറയും. നമ്മളത് മൈൻഡ് ചെയ്യേ വേണ്ട. നമുക്ക് എപ്പോഴും ഒരു തലയെടുപ്പ് വേണം. തലയെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമഡി പറയുന്നത് ആനക്കുട്ടി വരുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് വേണം, നല്ലൊരു തലയെടുപ്പ് കൂടി. ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കണം. അല്ലാതെ അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നു ഇച്ചിരി പേരൊക്കെ കണ്ടെന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? നമ്മളിങ്ങനെയൊക്കെ ഒന്നെടുത്തിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അല്ലാതെ മറ്റേ വടിവാള് നിൽക്കണവരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ, അങ്ങനെയല്ല. നമ്മൾ കാഷ്വലായിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇടണം, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ കയറ്റിയൊക്കെ ഇടണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സാരിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്ന് നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താനാണ് സാരി അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾ ഉടുത്ത് തന്നതും അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് പോകരുത്. സാരി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി വേഷമാണ്. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സിമ്പിളാണ് സാരി ഉടുക്കാൻ പഠിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ തന്നെ ഒരു 4-5 വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് പോരും, ഞാൻ ഉടുപ്പിക്കാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒറ്റ പിന്നാണ് ഞാൻ ഉപയോഗിച്ചത്. ഇവിടെ ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഒലിഞ്ഞു പോകുന്നൊക്കെ ഭയങ്കര എന്താ പറയുക, ഒലിഞ്ഞു പോകും എന്നൊക്കെ ഉള്ളവർ കുറേ പിന്നൊക്കെ ഉപയോഗിച്ചു കേട്ടോ. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിലൊക്കെ ഒരുപാട് പിന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.